എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ അപ്ഡേറ്റുകളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രമായ കളങ്കാവലിന്റെ റിലീസ് അപ്ഡേറ്റ്, അതോടൊപ്പം തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടൊവിനോ തോമസ് ചിത്രം നരിവേട്ട, അതോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ലാലേട്ടന്റെ തുടരും, ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ്, തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ നരിവേട്ട എന്ന സിനിമ 3-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച മികച്ച കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇന്നലെ മാത്രം കേരളത്തിൽ നരിവേട്ടയുടെ ഭാഗത്തുനിന്നും ട്രാക്ക് ചെയ്ത ഷോ കൗണ്ടുകളുടെ എണ്ണം 888 ആണ്. ഇന്നലെ ഓഡിയൻസായി കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,16,000 പരം പ്രേക്ഷകരാണ്. 47% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ 18 ഹൗസ്ഫുൾ ഷോകളും 97 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 237 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും ചിത്രത്തിന്റെ പേരിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യ 2 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ 1,71,00,000 മുകളിൽ സ്വന്തമാക്കിയ ചിത്രം ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത് 2,15,00,000 രൂപയാണ്. ഇങ്ങനെ ടോട്ടൽ 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ടൊവിനോ തോമസ് ചിത്രം നരിവേട്ട സ്വന്തമാക്കിയിരിക്കുന്നത് 5,57,00,000 മുകളിലാണ്. അടുത്ത അപ്ഡേറ്റ്, തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ചിത്രം. 3 ദിവസങ്ങൾ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്ത ഷോ കൗണ്ടുകളുടെ എണ്ണം 437 ആണ്. ഏകദേശം 32,000 പരം പ്രേക്ഷകർ ഓഡിയൻസായി ഇന്നലെ ചിത്രം കാണാൻ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 34% മുകളിലാണ്. 5 ഹൗസ്ഫുൾ ഷോകളും 33 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 61 ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന് വേണ്ടി ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. റിലീസ് ചെയ്ത ആദ്യ ദിവസം 63,00,000 രൂപയായിരുന്നു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയത്. 2-ാം ദിവസം 56,00,000 രൂപയും 3-ാം ദിവസം 70,00,000 മുകളിലാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം സ്വന്തമാക്കിയിരിക്കുന്നത് 1.5 കോടിക്ക് മുകളിലാണ്. മലയാള സിനിമാ പ്രേമികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് മമ്മൂക്കയെ വെച്ച് എടുത്ത പടം കളങ്കാവലിന് വേണ്ടി. ചിത്രത്തിന്റെ അപ്ഡേറ്റിനും അല്ലെങ്കിൽ റിലീസ് അപ്ഡേറ്റിനും ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. വിനായകൻ പോസിറ്റീവ് കഥാപാത്രമായിട്ടും മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമായിട്ട് ചിത്രത്തിൽ എത്തുമ്പോൾ ബ്രഹ്മയുഗത്തിന് ശേഷം അഭിനയ മുഹൂർത്തമുള്ള ഒരുപിടി നിമിഷങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കളങ്കാവൽ ഈ വരുന്ന ജൂൺ ആദ്യവാരത്തിൽ തന്നെ തിയേറ്ററുകളിൽ റിലീസിനെത്തുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ റിലീസ് നീളുകയാണ്. ഈ വരുന്ന ആഗസ്റ്റ് അവസാനത്തോടെയാണ് ചിത്രം റിലീസിനെത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയുടെ റിലീസ് ഇപ്പോൾ നീളുന്നത് കൊണ്ട് തന്നെ മമ്മൂക്കയുടെ മറ്റു സിനിമകളിലേക്കുള്ള റീജോയിനിങ് ഇനിയും വൈകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി വിജയകരമായിട്ട് 18 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിടാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ 17-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 461 ഷോകളാണ്. ഓഡിയൻസായി ഇന്നലെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 37,000 പരം പ്രേക്ഷകരാണ്. 37% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ ചിത്രം ഇന്നലെ കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് 75,00,000 മുകളിലാണ്. ഇനി ലാലേട്ടന്റെ തുടരും സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് നോക്കുമ്പോൾ 32 ദിവസങ്ങൾ ചിത്രം തിയേറ്ററിൽ പിന്നിടാൻ ഒരുങ്ങുകയാണ്. ഇന്ന് തുടരും സിനിമയുടെ 31-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ മികച്ചൊരു ബോക്സ് ഓഫീസ് വേട്ടയാണ് ചിത്രം നടത്തിയിരിക്കുന്നത്. ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇന്നലെ മാത്രം 576 ഷോകളാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ കളിച്ചിരിക്കുന്നത്. ഓഡിയൻസായി ഇന്നലെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ 57,000 മുകളിലുള്ള പ്രേക്ഷകരാണ്. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി ഇന്നലെ 36% തുടരും സിനിമയുടെ 31-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് 1,10,00,000 മുകളിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ അപ്ഡേറ്റുകളിൽ നിങ്ങളുടെ ഇഷ്ട ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.